ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കുറേ കാലം മുമ്പ് പ്ലാൻ ചെയ്ത റിസോർട്ട് ട്രിപ്പിന് വേണ്ടി പോവാണ്. അതെൻ്റെ ഔട്ട്ഫിറ്റ് ചെക്കാണ്. പക്ഷെ അതിന് മുമ്പ് ഫസ്റ്റ് ഞങ്ങൾ കോഴിക്കോട് വരെ പോയി എൻ്റെ സിസ്റ്ററിന് TC വാങ്ങാൻ. ഞങ്ങൾ അവളെ വേറെ സ്കൂളിലേക്ക് ചേർക്കാൻ പോവാണ് 10th. അപ്പോൾ അതിൻ്റെ TC വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. ആദ്യം ഞങ്ങൾ അവിടെ TC വാങ്ങാൻ പോയി. ഇറ്റ്സ് എ ലോങ് തിങ്. കുറേ നേരം എടുത്തു. പിന്നെ അങ്കിൾ ഞങ്ങളെ കൂട്ടാൻ വന്നു. ഞങ്ങളപ്പോൾ അങ്കിളുടെ കൂടെ കയറി ഞങ്ങൾ വയനാട്ടിലേക്ക് പിന്നെ പോയി. ആൻഡ് വി ആർ ഓൺ ദ വേ ടു വയനാട്. വയനാട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് കഴിഞ്ഞപ്പം അമ്മ ഓടിച്ചു വണ്ടി. കുറേ നേരം അമ്മ ഓടിച്ചു. ഞാൻ, അമ്മ, അങ്കിൾ, അമ്മമ്മ, അനിയത്തി, ഞങ്ങളെല്ലാവരും കൂടിയാണ് വയനാട്ടിൽ പോയത്. ഞങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് റിസോർട്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ ടു ദ റിസോർട്ട്. ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഒരു റിസോർട്ടിലേക്ക് പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റിസോർട്ടിലേക്ക് വയനാടൊന്ന് കാണാൻ വരെ പോകുന്നത്. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോടാണെങ്കിലും വയനാട്ടിലേക്ക് പോയിട്ടേ ഇല്ല. ഞങ്ങളിപ്പോൾ ചുരത്തിലാണ്. ചുരത്തിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പിക്സൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അത്യാവശ്യം നല്ല നൈസ് സ്പോട്ടായിരുന്നു. എല്ലാവരും പിന്നെ ഞങ്ങൾ നേരെ വണ്ടി കയറി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആൻഡ് ഞങ്ങൾ കുറേ പിക്സൊക്കെ എടുത്തു. കുറേ പിക്സ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളിപ്പം ജസ്റ്റ് ഒന്ന് നിർത്തി. ഇപ്പോൾ വയനാട്ടിൽ ചുരത്തിലാണ്. പക്ഷേ ഞങ്ങൾ വയനാട് ചുരം കയറി ഞങ്ങളുടെ റിസോർട്ടിലെത്തും. ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ പേര് വെന്താനായിരുന്നത്. റിസോർട്ട് വാസ് അടിപൊളി ഗൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും, ഞാൻ പറഞ്ഞ റിസോർട്ടിനേക്കാൾ അടിപൊളി റിസോർട്ടായിരുന്നു. ഞങ്ങൾ ആദ്യം എല്ലാം ഒന്ന് കാണാൻ പോയി, റിസോർട്ട് ഏരിയാസൊക്കെ. അങ്ങനെ നേരെ ഞങ്ങളെ റൂമിലേക്ക് പിന്നെ പോയി. റൂമിൻ്റെ പോകുന്ന പാസേജ് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് പിക്സൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വഴി. അവിടുത്തെ ചെടികൾ, പൂസ് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് അതേപോലെ വന്നു. ആൻഡ് ദിസ് ഈസ് അവർ ഹട്ട്. ഞങ്ങളെ സ്റ്റേ. ഞാനും എൻ്റെ സിസ്റ്ററും അമ്മയാണ് ഇവിടെ കിടന്നത്. ദ സ്റ്റേ വാസ് അടിപൊളി. ദ ബെഡ് വാസ് സോ കംഫർട്ടബിൾ. അവർ നമുക്ക് ചായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് ബ്രഷ്, സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ബെഡ് വാസ് അടിപൊളി. ആൻഡ് ഞങ്ങൾ ബാത്റൂം ചെക്കൗട്ട് ആയപ്പോൾ ദ ബാത്റൂം വാസ് സോ അടിപൊളി. ബ്ലാക്ക് ടൈൽസ് വാസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ബ്ലാക്ക് ടൈൽസ് ഇത്ര എടുത്തിട്ടുണ്ട് ആ ബാത്റൂമിനും. ആൻഡ് ഐ ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാത്റൂമാണ് അവിടുത്തെ. ആൻഡ് സോ ക്ലീൻ ഗൈസ്. അതാണ് ഒരു ബെസ്റ്റ് പാർട്ട്. ക്ലീൻ ആയിരുന്നു. ആൻഡ് എവറി കോർണർ ഓഫ് ദ റിസോർട്ട് ഈസ് ക്ലീൻ. ആൻഡ് ദിസ് ഈസ് ദ ബാൽക്കണി വിത്ത് കയറൊക്കെ ഇട്ടിട്ടുള്ള. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 റൂമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ റൂമിലേക്ക് പോയി. അവിടെ അങ്കിളും അമ്മയാണ് കിടക്കുന്നത്. സെയിം റൂം, ഒരു വ്യത്യാസമില്ല. എവറിത്തിങ് ഈസ് സിമിലർ. ഒന്നും മാറാനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു. സെയിം ബാത്റൂം, സെയിം ബാൽക്കണി ഒക്കെ സെയിം ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം മിററിൽ പോയി നോക്കി. ഇത് മിറർ വാസ് അടിപൊളി ഗൈസ്. ആൻഡ് അതേ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ടീയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. ലൈക്ക് ദ സർവീസ് വാസ് സോ ഗുഡ്. നമുക്ക് എന്ത് വേണമെങ്കിലും അപ്പോൾ ചോദിച്ചാൽ അപ്പം തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. ദ ബെഡ് വാസ് സോ കംഫർട്ടബിൾ. നമുക്ക് ഇങ്ങനെ ചാടി കളിക്കാൻ തോന്നും. പക്ഷെ പൊട്ടില്ല, അതുകൊണ്ട് ഞാൻ കളിച്ചില്ല. ആൻഡ് ഞങ്ങൾ പിന്നെ പൂൾ ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പൂൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ മാമ വന്നു, ഞങ്ങൾ പേടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ പോവാന്ന്. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു ഈ ഒരു വഴി കൂടെ. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി പൂളിൽ ചെക്കൗട്ട് ചെയ്യുന്നു. ഡ്രസ്സൊന്നും ചെയ്തില്ല, ജസ്റ്റ് പൂളിൽ നിന്ന് കാണാൻ വേണ്ടി പോവാ. ആണ്ടിട്ടോ പൂൾ ഇങ്ങനെയാണ്. അവിടെ ഒരു ചേട്ടാ പാലപ്പൂവായിരുന്നു. എനിക്ക് പിക്കെടുത്തരും. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് നമ്മൾ സൺസെറ്റ് കാണാൻ പോവുകയാണ്. Sunset. We are on the way to watch the sunset. He's my Pookie Mama. Yeah. Pookie. നമ്മുടെ സൂര്യനെ പറഞ്ഞേക്കാണ്ട് പോവാണ് ഗൈസ്. സൂര്യൻ ഈസ് ഓൺ ആകാശം. ഞങ്ങൾ സെൻസിറ്റ് കാണാൻ പോകുന്ന ഞാൻ പറഞ്ഞ പോലെ നമ്മളോട് നിർത്തിയില്ല. ഞാൻ 100 rupees വിലവശം വാങ്ങിയ എൻ്റെ കന്നഡയിൽ. ആൻഡ് ദിസ് ഈസ് ഓൾസോ ദ കന്നഡ ദാറ്റ് ഐ ബ്രോട്ട് ഫോർ എത്രയും ഓർമ്മയില്ല വിലപേശി വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സൺസെറ്റ് ഉണ്ട്. ഞങ്ങളുടെ സ്റ്റേനെ കുറച്ച് എടുത്തായിട്ട് നെല്ലർച്ച എന്ന് പറഞ്ഞൊരു പ്ലേസ്, അവിടെ പോയി ഗൈസ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. കാരണം അവിടെ അടിപൊളി സൺസെറ്റ്. ഞങ്ങൾ വയനാട്ടിൽ ഇങ്ങനൊരു പ്ലേസ് ഉണ്ടെന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ല. അത്രയ്ക്ക് നല്ല പ്ലേസ്. ഞങ്ങൾ അവിടെ പോയിട്ടൊരു ഐസ്ക്രീം വാങ്ങിച്ചു. ആൻഡ് ദ പ്ലേസ് വാസ് സോ ബ്യൂട്ടിഫുൾ. അവിടെ കുറച്ച് ലേക്ക് ഉണ്ട്, കുറേ പശുക്കളുണ്ട്. ദ
പ്ലേസ് വാസ് സോ ഡ്രീം, ലൈക്ക് സ്ട്രൈറ്റ് ഔട്ട് ഫ്രം ഹെവൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. വയനാട് ഞാൻ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു ഗൈസ്. ഇതാണ് നെല്ലറച്ചാൽ സൺസെറ്റ് വ്യൂ പോയിന്റ്. ഈ ഒരു ചെറിയ റിസർവയറും കാര്യങ്ങളൊക്കെ ഇറിഗേഷൻ്റെ അണ്ടറിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫിഷറിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പോട്ട് അവരവിടെ അങ്ങനെ ചെമ്മീനൊക്കെയാണ് തോന്നുന്നു വളർത്തുന്നൊക്കെ ഉണ്ട്. ബട്ട് ദ വ്യൂ പോയിന്റ് ഈസ് സോ അമേസിങ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ഈ വെക്കേഷനിൽ ഞങ്ങളങ്ങനെ ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ ഈ വ്യൂ പോയിന്റ് കാണാൻ വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വ്യൂ പോയിന്റ് വരുന്നത്. തൊട്ടടുത്തുള്ള ഒരാളാണെന്ന് പറഞ്ഞു, പക്ഷേ വയനാട് ഇത്രയും നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ പോയിന്റ് പൊളിയാണ്. നല്ലറച്ചാൽ ഒരു മൗണ്ടൻ, ഒരു ഹിൽ ഏരിയ ആണ്. ആ മൗണ്ടൻ അല്ല, ഹിൽ ഏരിയ. അവിടെ കുത്തണ സ്ലോപ്പാണ്. അവിടെ കുറേ പശുക്കളുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ അങ്കിളും കൂടി തല്ലുകൂടുന്നതാണിത്. കാരണങ്ങളൊന്നുമില്ല, വെറുതെ എപ്പോഴും വെറുതെ തല്ലുകൂടുന്നത് ഞങ്ങളൊരു ഹോബിയാണ്. ആൻഡ് ഞാനും വാങ്ങിച്ചു കൂട്ടും, മാമനും വാങ്ങിച്ചു കൂട്ടും. ഇതാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഞങ്ങൾ എന്നിട്ട് പിന്നെ സൺസെറ്റ് കാണായിരുന്നു. സൺസെറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അതിനിടയ്ക്ക് ഞങ്ങളൊന്നും ഒരു സ്ലോമോ ചെയ്ത് ഓടിയിട്ടും എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സൺസെറ്റ് എൻജോയ് ചെയ്തു. സൺസെറ്റ് വാസ് സോ പ്രിറ്റി, യു ക്യാൻ സീ ദാറ്റ്. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് റിസോർട്ടിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ നേരെ വന്ന് പൂളിലേക്ക് ഒരൊറ്റ ചാട്ടം. ഞങ്ങൾ അവിടുത്തെ രാത്രി പിന്നെ ഞങ്ങൾ പൂളിൽ ചാടി. ലൈക്ക് ഞാനെന്ന് വെച്ചാൽ ഡൈവൊക്കെ ചെയ്തു. പ്രോ സ്വിമ്മറാണ്. അങ്ങനെ ഞങ്ങൾ എത്തി. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്തു. ഫെവിക്കോൾ സോങ്ങും പിന്നെ പവിഴമല്ലി സോങ്സൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വൈബ് ചെയ്തു. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഡാൻസ് ചെയ്തു. ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളെ ടൈം എൻജോയ് ചെയ്തു. ആൻഡ് ദ റിസോർട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. രാവിലെ ആയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ വ്യൂ കാണിച്ചു റിസോർട്ട്. തുറക്കും. അടിപൊളി വ്യൂ ആണ് ഗൈസ്. കട്ടപ്പാതിരാത്ത്. പക്ഷേ ലൈക്ക് ടിപ്പിക്കലി ഇത് 12 മണിയായി രാവിലെ ആയിട്ടുണ്ട്. ബട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അവിടെ കുടിക്കും, പിന്നീട് ഭക്ഷണം കഴിക്കും, വീണ്ടും കുടിക്കും. നാളെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും 11. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്താ കറക്റ്റ് പ്ലാൻ എടുക്കാറില്ല, ഒക്കെ വണ്ടി ഓടിക്കുന്നവരും അവിടെ ഇരിക്കുന്നവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ സൈഡിലേക്ക് കുത്തിയിട്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്രേ ഉള്ളൂ. നാളെ രാവിലെ ഇപ്പോൾ 11 മണി വരെ പ്ലാൻ വെച്ചാൽ നേരത്തെ എണീക്കുക, പുള്ളി ചാടുക, വരിക, എന്നിട്ട് പിന്നെ പോവാ. അതാണ് 11 ആകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെക്കൗട്ട് ചെയ്യും. പക്ഷേ ഇവിടെ പോകണ്ട. അത് രസമുണ്ട് കേസ്. അടിപൊളി സ്ഥലമാണ്. ഞാൻ വിചാരിച്ചില്ല എത്ര രസം ഉണ്ടാവുമെന്ന്. ഞാൻ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്, കുറച്ചും കൂടി വലിയൊരു പ്രോപ്പർട്ടി. പക്ഷേ അത് എന്താ പറയുക, അത് ഞാൻ സജഷൻ വെച്ചിരുന്നു. പക്ഷെ അതൊരു മൈൻഡ് ആക്കിയില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വന്നപ്പോൾ എനിക്ക് വലിയൊരു ലൈക്കില്ലായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വഴി ആയിരുന്നുകൊണ്ട് കുറച്ച് സിമ്പിളായിരുന്നു. മറ്റേതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി പോകുന്നത്. ഇപ്പോൾ സിമ്പിളായി കിട്ടിയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ബട്ട് പ്രോപ്പർട്ടി ഈസ് റിയലി ഗുഡ്. നല്ലൊരു അടിപൊളി. ഞാൻ ഇത് കയറുമ്പോൾ ഞാൻ വെച്ചത് എന്ത് പ്രോപ്പർട്ടി ആയിച്ചു. ബട്ട് നൈസ് പ്രോപ്പർട്ടിയാണ്. നമുക്കിവിടെ ഫൺ ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണത്തോണ്ട് അറിയില്ല. പക്ഷെ നല്ല ആംബിയൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഈസ്തെറ്റിക് പിക്സ് എടുക്കാൻ വരുന്നവർക്ക്, നല്ല വീഡിയോസ് എടുക്കാൻ വരുന്നത്, അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ പൂളുണ്ട്, ഒരു കുഴപ്പമില്ലാത്തൊരു പൂള്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ടുമോറോ നമ്മൾ ഇവിടെ ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ നടന്നാൽ ഞാൻ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നേക്കും. അപ്പം അതുവരെ ബൈ ബെസ്റ്റീസ്, ബൈ ബൈ.